മിക്കവാറും എല്ലാ മഴക്കാലത്തും ഷട്ടറുകൾ തുറക്കുന്ന ഒരു ഡാമാണ് തിരുവനന്തപുരം നെയ്യാറിലേത്. ഈ ഡാമിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഒരു താമസ സൗകര്യം KTDC ഏർപ്പെടുത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നെയ്യാർ ഡാമിന് സമീപത്തുള്ളത്. തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷനിൽ നിന്നും അതുപോലെ കാട്ടാക്കടയിൽ നിന്നുമൊക്കെ KSRTC ഇങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട്. മറ്റ് വാഹനങ്ങളിലാണ് എത്തുന്നതെങ്കിൽ ഇവിടെ എത്തിയാൽ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് ചെറിയൊരു ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും പ്രൊഫഷണൽ രീതിയിൽ വീഡിയോയോ ക്യാമറയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു നിശ്ചിത തുക നൽകിക്കൊണ്ട് നമുക്ക് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാവുന്നതാണ്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് അതിനും പ്രത്യേക ഫീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. താഴെ തന്നെ ഒരു ക്യാൻറ്റീനുമുണ്ട്. ഇനിയും ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ ചിൽഡ്രൻസ് പാർക്ക്, ഗാർഡൻ, അതുപോലെ തന്നെ ഓഫീസ് കെട്ടിട സമുച്ചയങ്ങൾ, സഞ്ചാരികൾക്കുള്ള താമസ സ്ഥലമൊക്കെ ഉണ്ട്. ഈ സഞ്ചാരികൾക്കുള്ള താമസ സ്ഥലത്തിൻ്റെ തൊട്ട് പിറകിലാണ് ഡാമിൽ നിന്നുള്ള അധിക ജലം ഒഴുക്കി കളയുന്ന ഷട്ടർ. രാത്രിയിൽ ഈ റൂമിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാം ആ വെള്ളം കുത്തി ഒഴുകുന്ന ഇരമ്പൽ നമുക്ക് കേൾക്കാനായിട്ടൊക്കെ സാധിക്കും. വളരെ മനോഹരമായിട്ടാണ് ഈ ഡാമിൻ്റെ ചുറ്റുവട്ട പ്രദേശങ്ങളൊക്കെ സഞ്ചാരികൾക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. നടവഴികളും അതുപോലെ തന്നെ ഇരിപ്പിടങ്ങളുമൊക്കെ വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ഗാർഡനിലോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഷട്ടർ തുറക്കുന്ന അവസരത്തിൽ വെള്ളം ഇരമ്പി ഒഴുകുന്നത് നമുക്കിവിടെ നിന്ന് തന്നെ കാണുവാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. ഡാമിൻ്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളും ആസ്വദിക്കാം. പോകുന്ന വഴിയിൽ ഇതുപോലുള്ള ചില കലാരൂപങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയും ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം, അതിപ്പോഴും ഇവിടെ ഈ ഡാമിൻ്റെ ഈ ഭാഗത്ത് നിലനിർത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ അങ്ങ് ദൂരെ ഈ ഡാമിനുള്ളിൽ തന്നെയുള്ള ലയൺ സഫാരി പാർക്ക് കാണാം. അപ്പോൾ അതിന് വേറൊരു എൻട്രൻസ് ആണ്, മറ്റൊരു വഴിയിലൂടെയാണ് നമുക്ക് അവിടെ എത്തേണ്ടത്. അതുപോലെ ഇതിന് താഴെ തന്നെ ബോട്ടിംഗ് സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാമിൽ എന്തേരം വെള്ളമുണ്ടെന്നറിയുന്നതിനുള്ള ഒരു സ്കെയില് ഈ ഭാഗത്ത് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നോക്കി ഏകദേശം മനസ്സിലാക്കാം എന്തേരം വെള്ളമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1958 തുറന്ന ഈ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ്. 56 മീറ്ററാണ്, അതായത് 184 അടി ഉയരമാണ് ഇതിനുള്ളത്. ഈ ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ വലതുവശത്ത് കാണുന്ന ആ ഭാഗത്താണ് KTDCയുടെ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള താമസ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. ഇനിയും മറ്റൊന്നുള്ളത് ഇവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളാണ്. പാസ് എടുത്തുകൊണ്ട് ഇവിടുത്തെ മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാവുന്നതാണ്. അങ്ങനെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ഡാമിൽ നിന്ന് തിരികെ പോരാം. താഴെ എത്തുമ്പോൾ നമ്മുടെ വാഹനങ്ങളിൽ നമുക്ക് തിരികെ പോകാം. ഇനി അതല്ല നമ്മൾ ബസ്സിനാണ് എത്തുന്നതെങ്കിൽ തിരുവനന്തപുരത്തു നിന്നുള്ള KSRTC ബസ് ഇവിടെ സർവീസ് നടത്തുന്നുണ്ടാവും. 10 മിനിറ്റ് 20 മിനിറ്റ് ഇടവിട്ട് തന്നെ KSRTC സർവീസുമുണ്ട്.